നിങ്ങൾ എന്ത് സുന്നിയപ്പോൾ പഠിപ്പിക്കണ? നിങ്ങൾ എന്ത് സുന്നി? പഴയ വഹാബിനേക്കാൾ മോശമായി കിടക്കുക. അവർക്ക് നൽകപ്പെടാത്ത അധികാരങ്ങളില്ല. അതല്ലേ റിഫായി മാലയിൽ ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരെന്ന് ചെന്നോവർ. ഇബ്ലീസ് ചെന്ന് നോക്കിയത് ഇവരെ പണിക്കാം. ഇപ്പം നമ്മളെ സദസ്സിൽ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വരുമല്ലോ. നമ്മളെ പരീക്ഷിച്ചിട്ട് കാര്യമില്ല, മശായിഖിൻ്റെ സദസ്സിൽ വരും. വന്ന് നന്നായോലത്രണ്ട്. ഇബ്ലീസ് വന്നു. ഇബ്ലീസ് വരിക എന്നുള്ളത് തന്നെ വലിയ സംഭവമാണ്. വിലയിരുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, ഓരന്നതായി പോയില്ലേ. ഇബ്ലീസ് വന്ന് ഔസുല്ലാദം തങ്ങളെടുത്ത് വന്ന സംഭവമുണ്ട്. എല്ലാ വലിയാക്കന്മാരുടെ അടുത്തും വരും. റിഫായി ഷെയ്ഖ് അവനോട് പറഞ്ഞു, ഇഫൾ നീ എന്നെ തുടരും, ഇഫൾ നീ എന്നെ തുടരൂ എന്ന് പറഞ്ഞാൽ തുടരട നോക്കിക്കോ, എനിക്ക് പറ്റുമെങ്കിൽ നീ എന്നെ തുടർന്ന് നോക്ക്. തുടർന്നാലോ എങ്കിലോ നിന്നെ ഞാൻ അവ്വൽ മഖാമാതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. നിന്നെ ഞാൻ അവ്വൽ മഖാമിൽ എത്തിച്ചു തരാം. ഇത് റിഫാഇ മാലയാണ്. ഈ റിഫാഇ മാലയെ ഗണ്ണിച്ചു വഹാബികൾ. അവര് പറഞ്ഞു ഇത് പരിശുദ്ധ ഖുർആനിനെതിരാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവൻ മൽഊനാണ്, അവൻ നരകത്തിലാണെന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരാണിത്. ആദ്യം വന്നോട്ടെ നമ്മളെ മൗലവി. ചൊല്ലാൻ പറ്റുമോ? കഴിഞ്ഞില്ല. ഇബ്ലീസവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരുന്ന് ചെന്നോവർ. ഇബ്ലീസ് വന്നു എന്തിന്? റിഫായി ഷെയ്ഖിനെ ചതിക്കാൻ. റിഫായി ഷെയ്ഖിനെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നു. വന്നപ്പോൾ റിഫായി ഷെയ്ഖിന്റെ ഓർഡർ തൽക്കാലിന്റെ മുറിയിലേക്ക് പോന്ന നിവൃത്തിയില്ല. അങ്ങനെ ഇബ്ലീസ് റിഫായി ഷെയ്ഖിനെ തുടർന്നു. റിഫായി ഷെയ്ഖിന്റെ മുരീദായി മാറി ഇബ്ലീസ് എന്നാണ് ഈ പറയണത്. ഇബ്ലീസിനെ പിടിച്ചിട്ട് തന്റെ മുരീദാക്കി എന്നെ തുടർന്നു. ഇപ്പോൾ നീ എന്നെ തുടരുന്ന് ചെന്നോവർ. ഇപ്പം എന്നെ തുടരാൻ വേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ തുടർന്ന ആളാക്കി മാറ്റി. മാത്രമല്ല തുടർന്നാലോ എങ്കിലോ നിന്നെ ഞാൻ അവ്വൽ മഖാമതിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. എന്റെ മുരീദായിട്ട് നീ മാറുകയാണെങ്കിൽ നിന്റെ പഴയ സ്ഥാനം ഞാൻ തിരിച്ചു തരാം എന്ന് ഇബ്ലീസിനോട് റിഫായി ഷെയ്ഖ് പറഞ്ഞു. പണ്ടത്തുണ്ടല്ലോ അല്ലാഹ് ശപിക്കുന്നതിന് മുമ്പത്തെ സ്ഥാനം, ആ സ്ഥാനം ഞാൻ തിരിച്ചു തരാം. എന്തായാ മതി? നിന്റെ ത്വരീഖത്തിന് നീ മുരീദായി കൂടിയാ മതി. അപ്പൊ റിഫായി ത്വരീഖത്തിന് ഇബ്ലീസിന് മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാണ്, ഓഫർ. ആ മെമ്പർഷിപ്പ് എടുത്താൽ ഇബ്ലീസിനെ പഴയ സ്ഥാനത്തേക്ക് അവ്വൽ മഖാമിലേക്ക് നിന്നെ എത്തിച്ചു തരാം എന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതോ ഖിയാമത്ത് വരെ ശപിക്കപ്പെട്ടവരാണ്, ആയുസ്സും കൊടുത്തു വിട്ടതാണ്. ആയുസ്സും കൊടുത്തു വിട്ടു. റജീമാണ്, മൽഊനാണ്, ശപിക്കപ്പെട്ടവരാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളുവരെയും അല്ലാഹു തആല ആയുസ്സും നൽകി. ഇത് വളരെ വ്യക്തമായി ആളുകൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് തമ്മിലങ്ങോട്ടും മിങ്കിളായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. റിഫായി മാലനെ മൗലവി വിമർശിക്കുന്നു. ഇതേ സംഭവം മടവൂർ ശൈഖിനെ കുറിച്ചൊരു പാട്ട് വേണമെങ്കിൽ ഇബ്ലീസിനെയും നന്നാക്കാൻ കഴിയും, അതല്ല അവ്വൽ മഖാമിൽ എത്തിക്കാറുണ്ട്. അപ്പൊ പുതിയ മുജാഹിദ് വന്നിട്ട് പറയാണ് ഇതാക്ക ഖുർആനെതിരാണ്, ഖുർആനെതിരാണ്. എങ്ങനെയുണ്ട് സംഭവം? ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ജ്യേഷ്ഠനും ഒരാൾ അനിയനും ആവുകയാണെങ്കിൽ ജ്യേഷ്ഠനാകൽ AP സമസ്തക്കാരേക്കാർ, കമ്പനി പോലും വ്യത്യാസമല്ല. കേട്ടോളൂ, മടവൂർ ശൈഖിനെ കുറിച്ച് ഈ പാട്ട് വന്നപ്പോൾ വിമർശിക്കുന്ന ആളെന്ന് കേട്ടോളൂ. കൊണ്ട് കമന്റുകൾ എഴുതുകയാണ്. വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ ഈമാൻ കവർന്നെടുക്കുന്നു. ഇപ്പൊ പുതിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായികത്തിൻ ഗുരുവാക്കും. എന്താ പാടിയത്? ഇബ്ലീസിനെ വേണ്ടി വന്നാൽ മടവൂര് പഴയതുപോലെയാക്കുമെന്നാണ്. മുമ്പ് മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ. ആ ഇബ്ലീസിനെ വേണമെങ്കിൽ മടവൂരിന് പഴയതുപോലെയാക്കി മലക്കുകളുടെ ഉസ്താദാക്കാൻ കഴിയും എന്ന ഒരു പാട്ടാണ്.
എങ്ങനെയാണ് മടവൂരിനത് കഴിയുക? കണ്ണുകള് അത് എങ്ങനെയാണത് കഴിയുക? അല്ല പറഞ്ഞതല്ലേ, അവൻ മൽഊനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇവിടുത്തെ വിഷയം എന്താ? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാര് മശായിഖന്മാർ ഇടപെട്ടാൽ അള്ളാഹു തആല അവരുദ്ദേശിച്ചാൽ അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിവ് കൊടുക്കും. ഉദ്ദേശിച്ചാൽ നടക്കുന്നത് എന്തുകൊണ്ട്? അത് അസംഭവ്യമല്ലാത്ത സംഭവമായതുകൊണ്ട്. ഇപ്പൊ വഹാബി പറയുന്നത് അങ്ങനെ ഒരു തൗബ എന്നുള്ള സംഭവം തന്നെ ഇബ്ലീസിന് ഉണ്ടാകാൻ പാടില്ല, അത് മുഹാലാണ്. പുതിയ വഹാബിയും പഴയ വഹാബിയും ഒക്കെ അതാ പറയുന്നത്. നമ്മൾ പറയുന്നതോ അത് മുംകിനാണ്, തൗബ എന്നത് സാധ്യമാണ്. ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ളത് വേറെ വിഷയം. തെളിവെന്താ? റിഫായി ശൈഖിന്റെ വാക്കെന്നെ, ഇപ്പോൾ നീ എന്നെ തുടരൂ എന്ന കൽപ്പന വരുന്നത് അത് സാധ്യമായത് കൊണ്ടാണ്. ഓനേന് തൗഫീക്ക് ഉണ്ടായില്ല എന്ന് വേറെ കാര്യം. പയ്യേപ്പിക്കാർക്ക് തൗഫീക്ക് ഉണ്ടോ? അതിയാളെന്നല്ല പറയുന്നത്, കുറേ നല്ല മനുഷ്യന്മാരതിലുണ്ട്. നമ്മളിപ്പോൾ ഓരോട് പറയണില്ലേ, നിങ്ങൾ തുടരി മശായിഖന്മാരെ അടുത്ത് വന്നിട്ട്. അത് സാധ്യമാണ്. തൗഫീക്കില്ലെങ്കിൽ സംഭവിക്കൂല, അത് വേറൊരു കാര്യം. ഇവർ പറയുന്ന അങ്ങനെ സംഭവിക്കാനേ പാടില്ല. എന്തിനാ പറയുന്നത്? റിഫായി മാലനെ എതിർക്കാൻ, മടവൂരി ശൈഖിനെ എതിർക്കാൻ. നമ്മളെന്താ ചെയ്തത്? സത്യത്തിൽ ഇവർ മടവൂരി ശൈഖിനെയോ അല്ലെങ്കിൽ റിഫായി ശൈഖിനെയോ അല്ല എതിർത്തത്, അള്ളാനെ തന്നെയാണ്. ഇതല്ലേ നമ്മൾ പറഞ്ഞു കൊടുത്തേ. കാരണം അള്ളന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇബ്ലീസിന്റെ തൗബ ഇന്നതാണ്. സാധ്യമല്ലെങ്കിലേ പറയില്ലല്ലോ. തൗബക്കൊരു അവസരമുണ്ട്, ഇന്നതാണോ എൻ്റെ തൗബ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഉള്ളാളത്തെ പ്രസംഗത്തിൽ ഞാൻ അതിൻ്റെ തെളിവ് സഹിതം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരാൾ വന്നിന് ആ പ്രസംഗിട്ടിട്ട് ഉരുണ്ട് മറിയുന്നുണ്ട്. വളരെ വ്യക്തമായ തെളിവല്ലേ നമ്മൾ കൊണ്ടുവന്നത്? ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുങ്ങൾ. മാത്രമല്ല അള്ളാഹുവിന്റെ കഴിവിനെയും ചോദ്യം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്തതിന് തെളിവായിട്ടുള്ള ഹദീസാണ് ഇനി നൗഷാദ് കൊണ്ടുവരാൻ പോകുന്നത്. തുടർന്ന് അങ്ങോട്ട് പറയുന്ന മുഴുവൻ ഭാഗവും ഞാൻ കേൾപ്പിക്കുന്നില്ല. ആ ഹദീസ് ഇങ്ങനെ വായിച്ചിട്ട് നൗഷാദ് വിശദീകരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു. ഫഔഹല്ലാഹു ഇലൈഹി, അല്ലാഹു വഹി അറിയിച്ചു. അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. അന്ന തൗബതഹു അർത്ഥങ്ങൾ വെച്ചാൽ കൃത്യമായി അല്ലാഹുക്കും പറയാൻ പാടില്ല. അത് അല്ലാഹു പറയാണ് എന്ത്? അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ, അൻ യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ തൗബ ഉണ്ട്, അത് മുംകിനാണ്. ഇബ്ലീസ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല. അതെ, ഇബ്ലീസ് ചെയ്തോ ഇല്ലയോ എന്നതല്ല, ഇബ്ലീസ് ചെയ്യില്ല എന്നതാണ് പ്രധാനം. ഇബ്ലീസ് ചെയ്യില്ല എന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണെന്നും കാലാകാലം നരകത്തിലാണെന്നും അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചത്. ഇനി അതിന് മാറ്റമുണ്ടാകാൻ പറ്റില്ല. അങ്ങനെ മാറ്റമുണ്ടായാൽ ഖുർആൻ പൊളിഞ്ഞു പോകും. ഇതൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞു. ഒരക്ഷരം കൊണ്ടെങ്കിലും ഇതിനെ നൗഷാദ് ഖണ്ഡിച്ചിട്ടുണ്ടോ? വലിയ തെളിവാ പറയുന്നത്, വലിയ സംഭവ പറയുന്നത്. ഖുർആനിനെ കുറിച്ചും ഈ വഹാബികൾ അതേ അവസ്ഥയിലേക്ക് പോലും മാറി. എന്താ ഇവിടെ സംഭവിച്ചു? ഇപ്പം അല്ല പറയും, ഞാൻ ഒരായത്ത് ഇങ്ങനെ ഓതാം. അതിലിങ്ങനെ നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയാം, മുഅ്മിനീങ്ങളെ കുറിച്ച് ഇങ്ങനെ ഉദ്ധരിക്കാൻ. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന എന്നിങ്ങനെ പറഞ്ഞിട്ട് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹയല്ലാത്ത മറ്റൊരാളെയും ആരാധിക്കാത്തവർ, വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ആളുകളെ കൊല്ലുന്നവർ അവരെല്ലാം മുഅ്മിനീങ്ങൾ എന്നാ പറയുന്നത്. പിന്നെയോ വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ്. എന്നിട്ട് അല്ലാഹു പറയാ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ഒരാൾ അല്ലാത്തവരെ ആരാധിച്ചു, ഒരു ശരീരത്തെ കൊന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ ശക്തമായ ശിക്ഷ അവനുണ്ട്. യുളാഅഫു ലഹുൽ അദാബ്,
അല്ലാഹ് ഓന് അദാബിനെ ഇരട്ടിയാക്കി കൊടുക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വയഖ്ലുദു ഫീഹി മുഹാന, അവൻ നിന്ദ്യനായി നരകത്തിൽ കാലം